കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള താഴെച്ചൊവ്വയിൽ നിന്നും എളയാവൂരേക്ക് പോകുന്ന റോഡാണ്. പക്ഷേ ഈ റോഡാണോന്ന് ഞാൻ നിൽക്കുന്നത് കണ്ടാൽ ഇവിടെയുള്ള ആളുകൾ പോകുന്നത് കണ്ടാൽ മനസ്സിലാവില്ല. തോട് പോലെ തന്നെ മാറിയിട്ടുണ്ട്. വീടുകളിലൊക്കെ തന്നെ വെള്ളം, വീടുകളുടെ മുറ്റങ്ങളിൽ വരെ വെള്ളം നിറഞ്ഞ അവസ്ഥയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ വീടിൻ്റെ മുറ്റം വരെ വെള്ളമുണ്ട്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരം. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീടുകളിൽ നിന്ന് പൂർണ്ണമായും വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. നമ്മൾ നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ഈ മുട്ടപ്പം വെള്ളമുണ്ട്. ചേട്ടാ, ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പം വളരെ വെള്ളം കുറയുന്നുണ്ട്. ഇന്നലെ ഇതിനകത്ത് രൂക്ഷമായിരുന്നു വെള്ളം. പിന്നെ കാനാമ്പുഴയിൽ നിന്ന് തള്ളിച്ച കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിപ്പോകുന്നതായിരിക്കുന്നു. ഇളവൂർ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വരുമ്പോൾ 3 റോഡിലോട്ട് തിലാന്നൂരിലോട്ട് പോകാൻ കഴിഞ്ഞില്ല താഴ്ചയായിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ ആ സൈഡിലോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ വളരെ മുണ്ടാട് വഴിയാണ് താഴ്ച എത്തുന്നത്. അധികം രൂക്ഷമാണ്. പിന്നെ വീട്ടുകാർക്ക് ബാക്കിയുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം കയറിയാണ്. അങ്ങനെയാണ് അവസ്ഥ. ഇത് 16 വർഷം മുന്നേ ഉള്ള വെള്ളമാണ് ഇപ്പം കാണുന്നത്. 16 വർഷം ഇതിലും രൂക്ഷമായ വെള്ളം വന്നിട്ടുണ്ട്. ഈക്വലാണ് കുറച്ച് കൂടുതൽ. ഇല്ല, ആ സമയത്തല്ല, ഈ സമയത്താണ് കൂടുതൽ വന്നത്. എല്ലാ കൊല്ലവും ഈ കണ്ടീഷൻ ഇടിയുണ്ട്. എല്ലാ കൊല്ലവും ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഇടിയുണ്ട്. ജനങ്ങൾക്ക് പോകാനും പിന്നെ അങ്ങ് ഇളയവർ സൈഡിൽ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ കാനാമ്പുഴ കരകവിന്നാണോ ഇങ്ങോട്ട് വെള്ളം? അല്ല, കാനാമ്പുഴയിൽ നിന്ന് കടലിൻ്റെ തള്ളിച്ച് വരുമ്പോൾ ഇവിടെ വെള്ളം രൂക്ഷമാവും. കടലിൽ വെള്ളം എടുക്കുമെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഫുള്ള് മഴയില്ലെങ്കിൽ ഈ വെള്ളം ഒഴിയും. എന്നിരുന്നാലും വീടുകളിൽ വെള്ളം കയറുന്ന എല്ലാ ദുരന്തം തന്നെയാണ്. രാത്രിയിലൊക്കെ ആളുകൾ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. രാത്രി കുറേ ആൾക്കാർ ബന്ധുവീടുകളിൽ പോയിട്ടുണ്ട്. അത് എല്ലാ കൊല്ലം ഈ വെള്ളം ഇവിടെ വരുത്തുന്നുണ്ട്. അന്നേരം നമ്മൾ ഇതിന് കരുതലായിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷേ ഈ 16 വർഷത്തിന് ശേഷം ഇത്രയും വെള്ളം ആദ്യമായിട്ടാണ്. ഇത്രയും വെള്ളം ഇപ്രാവശ്യം വന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം മഴ കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം അങ്ങനെ വന്നിട്ടില്ല. പിന്നെ തോട് ആഴം കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ആഴം കൂട്ടിയിട്ടുണ്ട്. അപ്പം കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒന്ന് തോട് കുറച്ചും കൂടി വൃത്തിയായിട്ട് കുറച്ചും കൂടി കുറയുന്നത് നമ്മൾ വിശ്വാസം. അതാണ്, അതായത് പൂർണ്ണ പരിഹാരമാകണമെങ്കിൽ കുറച്ചുകൂടി തോടിന് ആഴം കൂട്ടണമെന്നതാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്കറിയാം, മുറ്റം വരെയും വെള്ളം നിറഞ്ഞൊരവസ്ഥ. ആളുകൾക്ക് അതായത് നന്നായി ശരിയായ രീതിയിൽ നടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്നലെ ഇതിലും വലിയ രീതിയിൽ വെള്ളം ഉയർന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് വെള്ളം കുറഞ്ഞു എന്ന് പറയുമ്പോഴും നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ അത്ര ശുഭകരമല്ല. കാരണം വലിയ രീതിയിൽ വെള്ളം കുറഞ്ഞിട്ടില്ല എന്നതാണ് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വെള്ളക്കെട്ട് ഇപ്പോഴും ഈ പ്രദേശങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന താഴെച്ചൊവ്വയിൽ നിന്നും എളയാവൂർ പോകുന്ന റോഡാണ്. ഈ റോഡിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് തന്നെയാണ് പലയിടങ്ങളിലുമുള്ള സ്ഥിതി. അത് പൂർണ്ണമായും റോഡ് നമുക്ക് കാണാൻ ഈ വഴിക്ക് പോയാൽ കിലോമീറ്ററുകളോളം ദൂരം ഈ രീതിയിൽ വെള്ളം നിറഞ്ഞൊരവസ്ഥയാണ്. മുട്ടപ്പം വെള്ളം ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ വീടുകളിലേക്കും, അതായത് ഇപ്പോൾ ഈ വീടിൻ്റെ മുറ്റം, അതായത് സിറ്റ് ഔട്ടിന് തൊട്ട് താഴെ വരെയും വെള്ളം ഉണ്ട്. അതിൽ മുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ മഴ കുറഞ്ഞത് വലിയ ആശ്വാസം തന്നെയാണ്. ഇവിടെ ഏതാണ്ട് 25ഓളം വീടുകൾ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ വീടുകളിലുള്ളവർ ഒരുപക്ഷെ രാത്രി മുകളിലത്തെ നിലയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. അല്ലാത്ത ആളുകൾ ഇവിടെ നിന്ന് ബന്ധു വീടുകളിലേക്ക് പോയിട്ടുമുണ്ട് എന്നതാണ്. കണ്ണൂർ ജില്ലയിലെ മൊത്തം സ്ഥിതി പരിശോധിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ നഗരപരിധിയിൽ തന്നെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ തലശ്ശേരി താലൂക്കിലെ കതിരൂരും ഒപ്പം തന്നെ തൃപ്പങ്ങാട്ടൂർ പഞ്ചായത്തിലും സമാനമായ രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ തുറക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ പാതമംഗലം പെരുമ്പായി അവിടെ ഒരു വയോധിക 70 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയെ ഇന്നലെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു. അവരെ ഇതുവരെയും കണ്ടെത്തിയില്ല. ഇന്നലെ രാത്രിയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ രാത്രി മഴ അല്പം മാറി നിന്നു. ഇപ്പോഴും വലിയ മഴയില്ല. പക്ഷേ ഏത് സമയത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയ രീതിയിൽ നമുക്ക് മഴ കാണുന്നുണ്ട്. ഏതായാലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കടലിനോട് ചേർന്ന് ഒരു വശത്ത് കടലിലേക്ക് എത്തുന്ന ഒരു പുഴയുണ്ട്. കാരണം നദിയുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ചെറിയ ചെറിയ തോടുകളുണ്ട്, വയലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം വലിയ രീതിയിൽ ഒഴുകി പോകുന്നില്ല എന്നതാണ്. പക്ഷേ മഴ മാറി നിൽക്കുകയാണെങ്കിൽ, കുറേ അധികം സമയം മഴ ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം കുറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ആശ്വാസമുണ്ടാകും. അതേസമയം ഇപ്പോഴൊക്കെ തന്നെ വീടുകളിലും ഇടവഴികളിലുമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും വെള്ളം നിറഞ്ഞൊരവസ്ഥയാണ്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം എന്ന് പറയാം. ആളുകൾ വീടുകളുടെ മുകളിലേക്കൊക്കെ തന്നെ മാറി താമസിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ബന്ധു വീടുകളിൽ താമസിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. അവിടെ ഏതാണ്ട് മൊത്തം 25ഓളം ആളുകൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചേട്ടാ, എങ്ങോട്ടാ?
അത് വീടുണ്ട്. ഇന്നലെ വീട്ടിലില്ലായിരുന്നു. ഇന്നലെ വീട്ടിൽ നമ്മൾ കുടുംബമെല്ലാം തറവാട്ടിലേക്ക് പോയി. ഇന്നലെ ഷിഫ്റ്റ് ചെയ്ത് രാവിലെ 7 മണിക്ക്. അപ്പോൾ വീട്ടിൽ വെള്ളമായിരുന്നു. വീട്ടിലെ വെള്ളം. പിന്നെ നമ്മുടെ വീട്ടിൽ എൻ്റെ ഭാര്യൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ വേഗം വെള്ളം കയറും. ഇപ്പോൾ നമ്മളത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വെച്ചാൽ ഇന്നലെ 7 മണിക്ക് വെള്ളം, അതിനുശേഷം കൂടുതൽ കയറിയത്. 7 മണി വരെ പകൽ രാവിലെ 7 മണിക്കാണ് വെള്ളം കയറിയത്. അതിനുശേഷം ഇപ്പോൾ ഒന്നും നിന്നിട്ടില്ല വെള്ളം. ഇപ്പം അവിടെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ പോയി നോക്കിയാണ് വീട്ടിലേക്ക്. എൻ്റെ ബന്ധു വീട്ടിൽ തന്നെ, എൻ്റെ തറവാട്ടിലാണ് താമസിക്കുന്നത്. ഇന്നലെ താമസം അവിടെയാണ്. വീട്ടുകാരൊക്കെ അവിടെ ഷിഫ്റ്റ് ചെയ്ത് നോക്കാൻ വരുന്നത്, വീട്ടിലേക്ക് വന്ന് നോക്കാൻ എന്താ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറി. ചേട്ടൻ ഇന്നലെ രാത്രി മറ്റൊരു ബന്ധു വീട്ടിലാണ് താമസിച്ചത്. ഇന്ന് നേരെ തിരിച്ച് വീട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വരികയായിരുന്നു. അങ്ങനെ വന്ന് നോക്കുകയാണ്. വീട്ടിലൊരു അവസ്ഥ എന്താണെന്ന് വന്ന് നോക്കുക എന്നതാണ്. വന്ന് നോക്കിയാലേ അറിയുള്ളൂ വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോയില്ലയോ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണ തോതിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല ഈ വീടുകളിൽ നിന്ന് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. ഏതായാലും ഇതാണ് പൊതുവെ സ്ഥിതി. കണ്ണൂർ ജില്ലയിലൊരു പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ മിക്കയിടങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമാണ്. പൂർണ്ണ തോതിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങിയാൽ മാത്രമായിരിക്കും ആളുകൾക്ക് സുരക്ഷിതമായി വീട്ടിലേക്ക് പോകാൻ കഴിയുക. ഇനി വെള്ളം ഇറങ്ങിയാൽ തന്നെ അവസ്ഥ കുറച്ചുകൂടി കഷ്ടമാണെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, ഇവിടെ മൊത്തം കണ്ണൂർ ജില്ലയിലെ ഏതൊക്കെ പുഴകൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട്? ആ പുഴയുടെയൊക്കെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകമായി തന്നെ നൽകിയിട്ടില്ലേ? പല ഭാഗങ്ങളിലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറുന്നുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം കുറച്ചൊരു മുറ്റത്തിന് മേലൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇറങ്ങണമെന്നില്ല, വെള്ളം ഫുള്ള് കയറണമെന്നില്ല. ബാക്കി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ വെള്ളം ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനാണ് ഏതാണ്ട് 80ഓളം വീടുകൾ ഇതേ അവസ്ഥയിലുണ്ട് എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ മൊത്തം ചോദ്യത്തിലേക്ക് വന്നാൽ, അതായത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വളവട്ടണം പുഴയാണ്. വളവട്ടണം പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വളവട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം പഴശ്ശി അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നിരുന്നു. ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് ഈ പഴശ്ശി അണക്കെട്ടിൻ്റെ കൈവരികളിലുള്ള തോടുകളിലും പുഴകളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം വളവട്ടണം പുഴയാണ്. ഈ വളവട്ടണം പുഴയോട് ചേർന്നുള്ള പുല്ലൂപ്പിക്കടവ്, കക്കാട് പുഴയുടെ ഭാഗമായാണ് കാനാമ്പുഴ ഇങ്ങോട്ടേക്കുള്ള പുഴ വരുന്നത്. ആ പുഴയുടെ ഭാഗമായുള്ള കൈവരികളിൽ ആണ് ഇത്തരത്തിൽ വെള്ളം വലിയ തോതിൽ ഉയരുകയും അത് ഇങ്ങോട്ടേക്ക് ഈ വീടുകളിലേക്ക് കയറുകയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രതിസന്ധി.